2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. മൗലാന ആസാദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ MT സ്മൃതി സായാഹ്നം സംഘടിപ്പിച്ചു. മൗലാന ആസാദ് ലൈബ്രറി സംഘടിപ്പിച്ച MT സ്മൃതി സായാഹ്നം എഴുത്തുകാരി CJ രാജം ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാംസ്കാരിക നിലയങ്ങൾ, വായനശാല, ഇന്ന് നമ്മളിപ്പോൾ ആസാദ് ലൈബ്രറി, അങ്ങനെ എഴുത്തിനെയും വായനയെയും ഇഷ്ടപ്പെടുന്ന, അല്ലെ സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സാഹിത്യപരമായിട്ട് നമ്മൾ ഭാഷ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും തന്നെ എല്ലായിടങ്ങളിലും ഇദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള അനുസ്മരണങ്ങളും അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് MTയുടെ വില. അപ്പോഴാണ് MTയുടെ സ്വാധീനത്തെക്കുറിച്ച്, ഭാഷയുടെ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഓരോ ആളുകളും, ഓരോ വിദ്യാർത്ഥികളും MTയുടെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ MTയുടെ പുസ്തകങ്ങൾ എടുത്ത്. CM ഇബ്രാഹിം കുട്ടി അധ്യക്ഷനായി. മഞ്ജു സാഗർ, അബ്ദുല്ല മട്ടാഞ്ചേരി, സമദ് പനേപ്പള്ളി, KJ ആന്റണി, നസീമ ഖാദർ, NKM ഷെരീഫ്, PA ഫസീർ സംസാരിച്ചു. വായനയായിരുന്നു. ഇതിൽ പറഞ്ഞ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ഭാഗമായി തന്നെ ഈ തവണത്തെ ഭാഷാഭൂഷണി കുട്ടികൾ വായിക്കാൻ പറയണം. ഭയങ്കര എഴുത്താണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. എന്താ വായന? അന്ന് മണ്ണെണ്ണ വിളക്കാണല്ലോ. ആ മണ്ണെണ്ണ വിളക്കിൽ രാത്രിയോളം ആ കുഗ്രാമത്തിന്റെ MT രചനകളിൽ എന്നെ ആകർഷിച്ചത് എന്ന വിഷയത്തിൽ നടത്തിയ അവലോകന മത്സരത്തിൽ കൊച്ചിൻ കോളേജ് വിദ്യാർത്ഥിനി നിഹാല, ഫാത്തിമ GHS വിദ്യാർത്ഥിനി ദിയ തെരേസ, ഫാത്തിമ GHS വിദ്യാർത്ഥിനി PJ ഫാത്തിമ എന്നിവർ 1, 2, 3 സമ്മാനത്തിന് അർഹരായി. MTയുടെ സാഹിത്യകൃതികളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. KP രാമനുണ്ണി അതില് ആ സംഘടനയുടെ മുഖ്യ പ്രവർത്തകരിൽ ഒരാളായിരുന്നു. അപ്പോൾ MT അവിടുത്തെ വേദിയിൽ ഇങ്ങനെ ഒരു ശില്പം പോലെ ഇങ്ങനെ ഇരിക്കുന്നത് ഏകനായിട്ട്. അദ്ദേഹത്തിൻ്റെ സ്വതവേയുള്ള മൗനത്തെ ആചരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഉണ്ണിയോട് ഞാൻ പറഞ്ഞു, NKM ഷെരീഫ് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ TV ദുരന്തത്തിൻ്റെ ഒരു കോപ്പിയായിട്ടാണ് ഞാനന്ന് ആ ഹാളിലെത്തുന്നത്. അപ്പോൾ ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.